സ്കൂളിലേക്ക് തന്ന കഴിക്കോ? ആണോ? നാളെ തട്ടെ സ്കൂളിലേക്ക് രാവിലെ. ഹലോ, വെൽക്കം ടു യോർസ് ട്രൂലി ശില്പ ബാല. കുറച്ച് ദിവസമായല്ലോ നമ്മൾ കണ്ടിട്ട് അല്ലേ, വ്ളോഗിൻ്റെ രൂപത്തിൽ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കിടിലൻ കണ്ടുപിടുത്തം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്ത് കണ്ടുപിടിച്ചാലും അത് അമ്മമാർക്ക് സഹായമാവുമെങ്കിൽ അതൊരു വ്ളോഗായിട്ട് അങ്ങോട്ട് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ദിസ് ഈസ് ഈസി, ഹെൽത്തി ആൻഡ് കിഡ് ഫ്രണ്ട്ലി. അതായത് നമ്മൾ വീട്ടിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഹോട്ടലിൽ, വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ, ചിക്കൻ സ്പ്രിംഗ് റോൾ, മറ്റേ ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുമ്പം ഒരു ഉള്ളിലൊരു കുറ്റബോധമുണ്ട്, പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കൊടുക്കുകയാണല്ലോ എന്നുള്ളത്. പക്ഷെ അത് മാറ്റി നമുക്കിത് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ. പക്ഷെ വീട്ടിൽ ചെയ്യുന്നതിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ, എനിക്ക് ഈ സംഭവങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ സവാള എടുത്ത് അരിഞ്ഞ് ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ് എന്നൊക്കെ പറയുന്നത് എനിക്കൊരു വലിയ ടാസ്ക് ആയതുകൊണ്ട് ഞാൻ കഴിവതും അത് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമുക്കതനുസരിച്ചിട്ട് ഒരു പ്രോഡക്റ്റ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ കൂടി കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും, ചിക്കനായിട്ട് പ്രോട്ടീനും കയറ്റാൻ പറ്റും. എന്നാൽ പുറത്തുള്ള അതേ ഫുഡിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് വീട്ടിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാണ്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ വാട്ട് ബെറ്റർ ദൻ ദാറ്റ്. അതായത് 45 മിനിറ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ വെറും 15 മിനിറ്റ് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ രാവിലെ ഈ 5 മണിക്കൊക്കെ എണീറ്റ് അവൾക്ക് എന്ത് പാക്ക് ചെയ്യണമെന്ന് ആലോചിക്കുന്നത് തന്നെ ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്പ്രിംഗ് റോൾ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോണത്. തക്കിട്ടു വരുന്നതിനെക്കാട്ടി മുമ്പേ സംഭവങ്ങൾ ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്കുള്ള പലഹാരമായി. എന്നാൽ നമുക്ക് ഇടയ്ക്ക് വിശക്കാണെങ്കിൽ അധികം കുറ്റബോധം ഇല്ലാണ്ട് എടുത്ത് കഴിക്കാനും സംഭവം റെഡി. അപ്പം വെൽക്കം ടു YTSP ആൻഡ് ദിസ് ടൈം വി ആർ മേക്കിംഗ് ചിക്കൻ സ്പ്രിംഗ് റോൾസ്. ഇതാണ് നമ്മുടെ ഹീറോ. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ വി ഗാർഡിൻ്റെ മാസിവോ ഫുഡ് പ്രോസസ്സറാണ് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ മിക്സി പോലത്തെ ഒരു സാധനമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ശരിക്കും ഒരു ലൈഫ് സേവറാണ് സംഭവം. അതായത് നമുക്ക് വീട്ടിൽ ഈ ഉള്ളി അരയണ്ടയും ക്യാരറ്റ്, ക്യാബേജ്, ബീട്രൂട്ട്, ബീൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാലും ഈവൻ നമുക്ക് വിപ്പിംഗ് ഫെസിലിറ്റി പോലും ഇതിനകത്തുണ്ട്. നമുക്ക് ചീസ് വിപ്പ് ചെയ്തെടുക്കണമെങ്കിൽ എനിത്തിങ് യു വോണ്ട് നമുക്കതനുസരിച്ചിട്ടുള്ള ഓരോ ബ്ലേഡും ഇതിനകത്ത് സെറ്റ് ചെയ്ത്. ഇപ്പം ഞാൻ പഠിച്ചു വരണേ ഉള്ളൂ. അപ്പോൾ പഠിച്ചു വന്ന കൂട്ടത്തിൽ ഞാൻ ട്രൈ ചെയ്ത് വിജയകരമാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. പക്ഷേ ഇനിയും ഇതിനകത്ത് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒരുപാട് ഡിഫറെൻറ്റ് ബ്ലേഡ്സ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ആസ് ഓഫ് നൗ ഞാനൊരു മൾട്ടി വെജിറ്റബിൾ ചോപ്പർ അഥവാ ഇപ്പോൾ നീഡിങ് നമ്മളിപ്പോൾ സ്പ്രിംഗ് റോളിന് നമുക്ക് ഈ ഡോ ഷീറ്റ്സ് ശരിക്കും നമുക്ക് നമ്മുടെ മൈദമാവ് വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പക്ഷെ ഞാനിവിടെ ഷീറ്റ്സ് ആയിട്ടാണ് ഞാൻ മേടിച്ച് വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് ഈ വെജിറ്റബിൾസിലാണ് എനിക്ക് കൂടുതൽ ഇതിനകത്ത് ഇന്ന് പ്രവർത്തിക്കേണ്ടി വരുന്നത്. കാരണം ഡോ ഒന്നും എനിക്കിപ്പോൾ ആക്കാനുള്ള ഒരു ഇതില്ല, കുറച്ച് മടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഷീറ്റ്സ് മാത്രം ഞാൻ മേടിച്ചിട്ട് ബാക്കിയൊക്കെ ഹോം മെയ്ഡ് ആയിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് സവാള ചോപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിനകത്ത് സവാള ചോപ്പ് ചെയ്യുമ്പോൾ കണ്ണുനീര് വരിക തുടങ്ങിയ ഒരു ടെൻഷനും നമുക്കിതുണ്ടായാൽ നമുക്ക് വേണ്ട. ഓക്കെ, അതിന് ഓരോന്നിനും ഓരോ രീതിക്കുള്ള ബ്ലേഡ്സ് ആണ് ഇട്ടിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ സവാള ചോപ്പ് ചെയ്യാം. ഓക്കെ, ലോക്കായി. അപ്പോൾ ആദ്യം നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നു. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ സവാളയുടെ എണ്ണ ഒക്കെ കൂട്ടിക്കോ. വെജിറ്റബിൾസിൻ്റെ തക്കിട്ടൂന് ഇഷ്ടമുള്ള 3 വെജീസാണ് ഇടുന്നത്. സവാളയും ക്യാരറ്റും ക്യാബേജും മാത്രം. പിന്നെ ഇത് ചിക്കൻ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് പ്രോട്ടീൻ പാക്ഡ് ഓൾറെഡി. അപ്പം നമുക്ക് ആദ്യം സവാള അരിയാം. ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് ഇത് കാണാൻ തന്നെ, നല്ല സാറ്റിസ്ഫാക്ഷനാണ്. ഇതിന് നമുക്ക് സ്പീഡ് കൺട്രോൾ അതും ഉണ്ട് കേട്ടോ. നല്ല പ്രെസിഷൻ കൺട്രോൾ ഉണ്ട് ഇതിൽ. നല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇപ്പോൾ ഓൾറെഡി അത് അരിഞ്ഞിട്ടുണ്ട്. മതി, ഈ ഒരു സൈസ് മതി നമുക്ക്. അപ്പം നമ്മളിനി ക്യാബേജാണ് അരിയാൻ പോകുന്നത്. അതനുസരിച്ചിട്ടുള്ള ബ്ലേഡാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. കണ്ടില്ലേ, ഒരു 2 മിനിറ്റിലെ പരിപാടി ഇങ്ങോട്ട് കഴിഞ്ഞിട്ടു. വീണ്ടും ഇട്ട് ലോക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ക്യാരറ്റ് ഇടാം. ക്യാരറ്റ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ക്യാരറ്റ് ഒന്ന് വാഷ് ചെയ്ത് അതിൻ്റെ തൊലിയുടെ ഒരു ഭാഗം ഒന്ന് ചെത്തിക്കളഞ്ഞ് അങ്ങനെ ഇടാം. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൂത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഇടും. അപ്പോൾ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക്
അതിൻ്റെ ചോപ്പിംഗ് കണ്ടു നോക്കൂ. അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് ക്യാരറ്റ്സും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ക്യാബേജ് ഈ കണ്ടെയ്നറിനകത്ത് ഇങ്ങനെ ചുറ്റും നമ്മൾ ഇട്ട് കൊടുത്താൽ മാത്രമേ, ഒരു 4 കഷ്ണമായിട്ട് ഒരു ചെറിയ ക്യാബേജ് അരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ സവാളയ്ക്ക് ഉപയോഗിച്ച അതേ ബ്ലേഡ് തന്നെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് പ്രോട്ടീൻ ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ തക്കിട്ടു സ്പ്രിംഗ് റോളൊക്കെ കഴിക്കണമെങ്കിൽ എന്തായാലും പ്രോട്ടീൻ വേണ്ടി വരും. നമ്മളടുത്ത് ചിക്കൻ ഇതിനകത്തോട്ട് ഇടുവാണ്. ചിക്കൻ ഇടാം, ബീഫ് ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിടാം. അല്ലെങ്കിൽ വെജിറ്റബിൾസ് കുറച്ചും കൂടി അധികം ബീട്രൂട്ട് അങ്ങനെ എക്സ്ട്രാ ബീൻസ് ഒക്കെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നമുക്ക് അതങ്ങോട്ട് അടിച്ചു കൊടുക്കാം. കുറച്ചും കൂടി ചിക്കൻ ഇടുവാണ്. നമുക്കിപ്പോൾ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ്സ് ഇതിനകത്ത് ഉണ്ടാക്കണമെങ്കിൽ ഇതേ ഒരു പ്രോസസ്സാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളെ മാവ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് പതുക്കെ ഇച്ചിരി വെള്ളം ഇട്ടിട്ട് ഈ നമുക്ക് ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് ഡോ തന്നെ ഒരു ബോൾ ഫോമിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഇതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക, ഡോ ഷീറ്റ്സിൽ ഇട്ടിട്ട് അങ്ങ് വറക്കുക. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ ബ്ലേഡ്സ് ഒക്കെ ഇപ്പോൾ നമുക്ക് കുക്കുംബർ സ്ലൈസ് ചെയ്യണം, ബീട്രൂട്ട്, ബീൻസ് ഒക്കെ സ്ലൈസ് ചെയ്യണമെങ്കിൽ എല്ലാത്തിനും ഓരോ പോലെയാണ്. പിന്നെ നമുക്കിപ്പം നല്ലൊരു ചീസ് വിപ്പ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ, മുട്ട വിപ്പ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ, ക്രീമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒക്കെ ഇതിൻ്റെ വിപ്പിംഗ് സെക്ഷനും കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ഇതിനകത്ത് തക്കിട്ടൂന് സ്പ്രിംഗ് റോളിലൊക്കെ ചീസൊന്നും ഇല്ലാണ്ട് നല്ല ചിക്കൻ ആൻഡ് വെജീസ് ഫിൽഡ് ആയിട്ടാണ് ഇഷ്ടം. പിന്നെ നമ്മളൊരു നോ മിൽക്ക് പ്രൊഡക്റ്റ് ഡയറ്റിലാണ്. അപ്പോൾ നമ്മൾ ചീസും മിൽക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ വെജീസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഫൈൻ ഗ്രൈൻഡായിട്ട് നമ്മൾ ഈ ഹോട്ടൽസിലൊക്കെ കിട്ടുന്ന പോലെ വളരെ ഫൈൻ ഗ്രൈൻഡായിട്ട് വെജീസൊക്കെ ഗ്രൈൻഡായിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ എടുത്ത് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ചിക്കനാണ് കുക്ക് ചെയ്യാൻ പോണത് കേട്ടോ. ചിക്കൻ കുക്ക് ചെയ്തതിന് ശേഷം ഇച്ചിരി ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒന്നെങ്കിൽ ഗാർലിക് ജിഞ്ചർ പൗഡർ അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ ചിക്കൻ കുക്കായി വന്നതിന് ശേഷം ഓരോ വെജീസ് ആയിട്ട് ഇടും. പിന്നെ ഞാൻ ഇതിനകത്ത് ഇടുന്ന പൊടികൾ എന്ന് പറയുന്നത് കാശ്മീരി ചില്ലി, ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി ഉപ്പ്, പിന്നെ സോയാ സോസ് ഇച്ചിരി ഇടുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇച്ചിരി. നമുക്കിത് ഇന്ത്യനൈസ്ഡ് ഫോമിൽ കുറച്ച് ഇൻഡോ ചൈനീസ് രീതിക്ക് ടേസ്റ്റിലാണ് ഞാനിത് ചെയ്യുന്നത്. അതല്ലാണ്ട് നിങ്ങൾക്കിപ്പം ഈ സോസുകളൊക്കെ ഒഴിവാക്കിയിട്ട് സാധാരണ വിനെഗറും അത് സോയ സോസും കെച്ചപ്പും മാത്രം ഇട്ടിട്ടും ചെയ്യാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. തക്കിട്ടൂന് കുറച്ച് എരിവും ഒക്കെ ഒരു മസാലയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടുമ്പോഴായിരിക്കും അവർക്ക് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ചിക്കൻ വറക്കുവാണ്, കുക്ക് ചെയ്യുവാണ്. ബേസിക്കലി നമ്മൾ ആവശ്യത്തിന് വേണ്ടുന്നത്ര ചിക്കൻ എടുക്കുക. ഇത് ഞാനൊരു മിൻസ്ഡ് മീറ്റ് ഫോമിലാണ്, നല്ല മിൻസായിട്ടാണ് കുക്ക് ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഷ്രെഡഡ് ആയിട്ട് വേണമെങ്കിൽ ഷ്രെഡഡ് ആയിട്ടും കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരിയും കൂടെ ഉപ്പ് ഞാൻ ആഡ് ചെയ്യുവാണ്. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്യണം. ഒരുപാട് എരിവ് ഇടുന്നില്ല കേട്ടോ. അതിപ്പോൾ നമുക്ക് സോസൊക്കെ കൂട്ടി വേണമെങ്കിൽ പിന്നെ സ്പ്രിംഗ് റോള് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ വെജിറ്റബിൾസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുവാണേ. സവാളയും ക്യാരറ്റും ക്യാബേജും.
ഇച്ചിരി കുക്കായതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടികളും സോസും ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഫ്ലേവറിന് ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്യാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി കശ്മീരി ചില്ലി, കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ സോസൊക്കെ വെച്ച് നമുക്ക് പിന്നീട് എരിവിൻ്റെ ഇത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് ശരിക്കും അത്ര ഫ്ലേവേഴ്സ് ഒന്നും വേണ്ട. യഥാർത്ഥ സ്പ്രിംഗ് റോള് ശരിക്കും കുറച്ച് ബ്ലാൻഡ് ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ നമ്മൾ ഇന്ത്യൻസാണ് ആ കിടന്ന് അതിനെ ഭയങ്കര അടിപൊളി സ്നാക്കായിട്ട് മാറ്റിയത്. അത് നമ്മളെല്ലാം അങ്ങനെയാണല്ലോ. ചൈനീസ് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് എന്താ, നല്ല കിടലൻ മസാലയൊക്കെ ഇട്ട് ഫ്ലേവർഫുള്ളായിട്ട് എരിവൊക്കെ ഉള്ള നൂഡിൽസ് അല്ലേ. അപ്പം നമ്മൾ ടേസ്റ്റ് ബഡ്സ് അനുസരിച്ചിട്ട് അതങ്ങ് ഓൾട്ടർ ചെയ്തെടുക്കാം. പിന്നെ ഇച്ചിരി നമ്മൾ ഗരം മസാല, കുരുമുളക് പൊടി ഓൾറെഡി നമ്മൾ ഇട്ടു. ഇനി നമ്മൾ സോയാ സോസ്, അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി സോയാ സോസ് അങ്ങ് ഒഴിച്ചു കൊടുക്കും. ഒരു ചെറിയൊരു സ്പൂൺ മതി. കൈ കണക്കാണ് എല്ലാം എൻ്റെ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇടാം. നമ്മുടെ ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്പ്രിംഗ് റോൾ ഷീറ്റിനകത്ത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഈ സ്റ്റഫിങ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യാനും പിന്നെ ഇതൊക്കെ ചിക്കൻ്റെ കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനും എല്ലാം കൂടി ഒരു 15 മിനിറ്റ്സ് മാത്രമാണ് ഇതുവരെ എടുത്തത്. ഇനി ഫൈനൽ പ്രോസസ്സ് നമ്മൾ ഷീറ്റ് എടുക്കുക. ശരിക്കും ഈ ഷീറ്റും ഡോവും നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ടാക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ സിമ്പിളിലും സിമ്പിൾ എന്താണ് എന്ന് നോക്കി നടക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ഡോ ഷീറ്റ്സ് എടുത്തു. പയ്യെ നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് ഒരു ഫ്ലാറ്റ് സർഫേസിൽ വെച്ചിട്ട് നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഫില്ല് ചെയ്താൽ നമുക്ക് മടക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. അപ്പോൾ ഇച്ചിരി ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പല രീതിയിലും ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ഇത് എനിക്കറിയാവുന്ന രീതി ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഒരു മടക്കും കൂടെ മടക്കിയിട്ട് നമുക്കൊരു മൈദയുടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ അത് ഒട്ടിക്കിട്ടിക്കോളും. സോ അത് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഡൺ. എത്രയാണ് വേണ്ടുന്നത് അതിൻ്റെ എണ്ണം അനുസരിച്ചിട്ടുള്ള നമ്പർ ഓഫ് സ്പ്രിംഗ് റോൾസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാൻ തക്കിട്ട് എന്തായാലും 2 എണ്ണം കഴിക്കും. പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ട്, അപ്പോൾ ഒരു 6-7 എണ്ണം ഞാനിപ്പോൾ അതേപോലെ ഷീറ്റ്സിൽ ഫില്ലിൻ ചെയ്യാൻ പോകാം. റിപ്പീറ്റ് ദ പ്രോസസ്സ്. ഓക്കെ, നമ്മൾ എണ്ണയിലോട്ട് പതുക്കെ സ്പ്രിംഗ് റോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി സ്പ്രിംഗ് റോൾ കണ്ടോ, ഇങ്ങനെ മൊരാന്നിങ്ങനെ ഇരിക്കുന്നേ. സോ തക്കിട്ടു വന്നു കഴിഞ്ഞാൽ തക്കിട്ടുവിൻ്റെ സന്തോഷമാണ് ഞാൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ആൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ചോദിക്കും എന്താ കഴിക്കാൻ. അപ്പം ചോറും സാമ്പാറും കറി എന്നൊക്കെ പറയുമ്പോൾ മുഖം ഇങ്ങനെ വാടും. ഇങ്ങനത്തെ എന്തെങ്കിലാന്ന് പറയുമ്പോൾ ആൾക്കൊരു എനർജി കിട്ടും. ഇന്നാണെങ്കിൽ ജിംനാസ്റ്റിക്സും ഉണ്ട്. അപ്പം ഒരു പ്രീ വർക്കൗട്ട് മീൽ പോലെ നമുക്ക് ഈ സ്പ്രിംഗ് റോൾ തന്നെ കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ സ്പ്രിംഗ് റോൾസ് വെറും ലെസ് ദൻ 20 മിനിറ്റ്സിൽ റെഡി ആയിരിക്കുകയാണ്. അതാ നോക്ക്, ഇതിൻ്റെ ലുക്ക് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നല്ല കിടിലൻ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സൈഡിൽ ഡിപ്പിലൊന്നും കെച്ചപ്പോ അല്ലെങ്കിൽ നമുക്ക് മയോനീസോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇടാം. അപ്പോൾ ഇത് ചീസ് ഫ്രീ ആണ്. അപ്പോൾ ഫുള്ളി വെജിറ്റബിൾ ആൻഡ് ചിക്കൻ പാക്ക്. സോ നെക്സ്റ്റ് ടൈം വോണ്ട് ടു ട്രൈ ഇറ്റ്, ഡോണ്ട് ഫർഗെറ്റ്, സിമ്പിൾ സാധനം മാത്രം വീട്ടിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. നമ്മുടെ സ്വന്തം വീഗാർഡിൻ്റെ മാസിവ് ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ സിമ്പിൾ. എങ്ങനെയുണ്ട് ലുക്ക്? നല്ല ടേസ്റ്റ്. താഴെ വിടാതെ നോക്ക്. എങ്ങനെയുണ്ട്? സ്കൂളിലേക്ക് തന്നാൽ കഴിക്കുമോ? ആ, നാളെ തരട്ടെ സ്കൂളിലേക്ക് രാവിലെ.